ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയെ കൊണ്ട് തുണി അലക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കനകമ്മ. എന്നിട്ട് കനകമ്മയാണെങ്കിൽ കിടന്ന് അതും ഇതെല്ലാം പറയും. എന്നിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ പവിത്രോട് പറഞ്ഞു, ഇതൊക്കെ ഫോണിൽ വീഡിയോ പിടിക്കാനോ എന്തിന്? ഇപ്പം റീൽസെന്നോ ഗ്രാമെന്നോ ഏതാണ്ടൊക്കെ പറയാറില്ലേ? ഇൻസ്റ്റഗ്രാമത്തിൽ റീൽസാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. അത് തന്നെ. മോളൊരു പാട്ട് അങ്ങോട്ടേക്ക് ഇടും, ഇതങ്ങോട്ടേക്ക് പിടിക്ക് എന്നൊക്കെ പറഞ്ഞു. എന്തിന്? അമ്മയെ കളിയാക്കാനാണോ? ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞോണ്ട് പവിത്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നാലെ കനകമ്മയും അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് അങ്ങ് മാറി നിൽക്കുന്ന പവിത്രയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താടി കളിയാക്കാൻ തന്നെയാ പറഞ്ഞത്, എൻ്റെ മനസുഖത്തിനാ, മര്യാദയ്ക്കും കെടുക്കടി, ഇല്ലെങ്കിലേ നിന്റെ ഗർഭകഥ ഇപ്പം ഇവിടെ പൊളിയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകമ്മ പറഞ്ഞു പേടിപ്പിക്കുക. അപ്പം അതേ തള്ളേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്ര വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് പിടിക്കടി, എന്നിട്ടൊരു പാട്ട് വിടടി എന്നും പറഞ്ഞുകൊണ്ട് ദേ കനകമ്മ പറഞ്ഞ് പവിത്രയെ പേടിപ്പിക്കുക. പവിത്ര എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും മരുമോളെ അമ്മായിമ്മ സഹായിച്ചതിന് മരുമോള് നല്ല പണി തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കനകമ്മ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുക. കനകമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മോഹിനിയുടെ ഭർത്താവ് വരുന്നത്. ഇത് കണ്ടോണ്ടാ വരുന്നത്. നിങ്ങൾ എന്ത് കോപ്രായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്താണ് നടത്തുന്നത്, എന്താ ഇതെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുമ്പം അത് പിന്നെ ജഗന്നാഥേട്ടാ ഡോക്ടർ പറഞ്ഞു പവിത്രയുടെ തുണികൾ കല്ലിൽ അലക്കി വെയിലത്തിട്ട് ഉണക്കണമെന്ന്. ഞാൻ അലക്കാൻ ഇറങ്ങിയപ്പോഴേ ഒരു റീൽസ് എടുക്കൽ അവർക്ക്. അല്ല മോഹിനി, ശമ്പളം കൊടുത്ത് കനകമ്മയെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാ? നീ തുണി അലക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ജഗന്നാഥൻ ഇത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകമ്മ ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല ജഗന്നാഥേട്ടി, ഇവർക്ക് എന്ത് തൈലം കാച്ചാനുണ്ടെന്ന് പറഞ്ഞു. തൈലോ? എന്ത് തൈലം? അത് പിന്നെ അരുന്ധതി കൊച്ചമ്മയ്ക്ക് മുട്ടുവേദനയ്ക്കുള്ള തൈലം. അതിന് തൈലം നിങ്ങൾ കാച്ചുന്നില്ലല്ലോ. ഞാനല്ല അരുണിനെ കൊണ്ട് മിനിങ്ങാന്ന് തൈലം വാങ്ങിപ്പിച്ചതെന്ന് പറഞ്ഞു ജഗന്നാഥൻ ഇങ്ങനെ പറയുമോ. അത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി. ഏട്ടത്തെ അതായിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കനകമ്മ കാച്ചുന്നത് ആർക്കുള്ളതാണെന്ന് നേരം മോഹിനി ചോദിച്ചു. കനകമ്മ എവിടെ കാച്ചുന്നു? മരുന്നും എണ്ണയൊക്കെ വാങ്ങിക്കുകയല്ലേ പതിവെന്ന് നേരം ജഗന്നാഥൻ ചോദിച്ചു. ആഹോ, അപ്പം തള്ള നിങ്ങൾ നുണ പറഞ്ഞായിരുന്നല്ലോ എന്നെ കൊണ്ട് തുണി അലക്കിക്കാൻ. അയ്യോ അല്ല, കാച്ചിയാലോന്ന് ഞാൻ ആലോചിക്കുക. അന്നേരം അതിനുവേണ്ടി ഞാൻ തവി എടുത്തത്. പവിത്രേ, ആ തവി ഇങ്ങ് വാങ്ങിക്കാൻ പറഞ്ഞു. പവിത്ര ഒന്ന് തവി വാങ്ങിച്ചു. മോഹിനി നീ ഇങ്ങ് മാറാൻ പറഞ്ഞു. എന്നിട്ട് കനകമ്മയെ കൊണ്ട് തന്നെ തുണി അലക്കിക്കുക. കനകമ്മയാണ് ആ കലി മുഴുവൻ ആ തുണിയല്ല തീർക്കുന്നത്. എന്നിട്ട് കനകമ്മ തുണി അലക്കുന്നത് വന്ന് റീൽസ് എടുക്കാൻ പവിത്രയോട് ഇവർ പറഞ്ഞു. പവിത്ര ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ വന്ന് വീഡിയോ എടുക്കുക പവിത്രയെന്ന് ജഗന്നാഥൻ. എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എടുത്തു. കനകമ്മ ഞാൻ അലക്കുന്നുണ്ട്, എടുക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു, ചവിട്ടുന്നു ഒക്കെ എടുത്തിട്ട് തുണിയോട് കാണിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദൂട്ടനെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് ഈ ഗൗതം ഓരോന്ന് ചെയ്യുക. അപ്പോൾ ദേ ഇനി മുതൽ ഞാനാണ് മോനെ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നതെന്ന് ഗൗതം പറയുമ്പോൾ എനിക്ക് ഡോക്ടർ ആൻറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അപ്പയ്ക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു നന്ദൂട്ടൻ. അപ്പോൾ ഡോക്ടർ ആൻറ്റി വന്നിട്ട് എത്ര നാളായിടാ, ഇതിനു മുമ്പ് ഇത് ആരാ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അത് അമ്മയല്ലേ എന്ന് നന്ദൂട്ടൻ അതായിരുന്നു ചോദിച്ചു. പപ്പ അതിനെപ്പോഴും ഡ്യൂട്ടിയിലായിരുന്നില്ലേ? ഇടവില്ല. അപ്പം നിന്റെ കാര്യമൊന്നും പപ്പ ചെയ്തിട്ടില്ലെന്നാ പറയുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നും അല്ല പപ്പ, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയണമെന്ന് നന്ദൂട്ടൻ ചോദിച്ചു. മതി എഴുന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് കൊച്ചിനോട് ഓരോ രീതിയിൽ ഓരോന്ന് ചെയ്യാനൊക്കെ പറയാം. അങ്ങനെ കൊച്ചിനോട് ഓടാൻ പറഞ്ഞു നമ്മുടെ ഗൗതം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞു. പക്ഷെ കൊച്ചു ഓടുന്നില്ലേ, കൊച്ചിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഗൗതം ആണെങ്കിൽ ടൈം വാച്ചിൽ കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ നന്ദൂട്ടൻ ഓടുന്നില്ല. നന്ദൂട്ടൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റ് വേണ്ടേ, എങ്കിലല്ലേ മോൻ ജയിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ തോറ്റു പോവുള്ളൂ എന്ന് നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ആ സമയത്ത് മോൻ 20 സെക്കൻഡ്സിനുള്ളിൽ ഇവിടെ എത്തിയാൽ അടുത്ത നമ്മുടെ ടാസ്ക് 15 സെക്കൻഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ ഏറ്റവും വേഗത്തിൽ എത്ര സെക്കൻഡ്സിനകം മോൻ ഇവിടെ എത്താൻ കഴിയും എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും മോൻ റേസിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പപ്പ പറയുന്നത് വെച്ച് എനിക്ക് ഒരിക്കലും റീൽസിൽ വിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ മോൻ റെഡിയാണെന്നൊക്കെ ഗൗതം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. നന്ദോട്ട് മിണ്ടുന്നില്ല. ദേ പപ്പ ടൈമർ സെറ്റ് ചെയ്യാൻ പോവാട്ടോ, ഓൾ യുവർ മാർക്ക് സെറ്റ് ഓട്ടം എന്നൊക്കെ പറഞ്ഞപ്പോഴും കൊച്ച് ഓടുന്നില്ല. അപ്പം ഇത് എന്താ നന്ദോട്ടാ നീ കാണിക്കുന്നത്, നിൻ്റെ മൈൻഡ് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴും നന്ദൂട്ടൻ അനങ്ങാതെ നിൽക്കുക. നീ റെഡിയാണോ? അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പം ശരി ഓക്കെ. വീണ്ടും ടൈം സെറ്റ് ചെയ്തു. നന്ദൂട്ടൻ ഓടി. അപ്പം നന്ദൂട്ടൻ ഓടി വന്ന് അവിടെ വീണു കഴിഞ്ഞപ്പം മോൻ വീഴല്ലേ, മോൻ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്കടാ. അപ്പം പറ്റില്ല പപ്പ എന്ന് നന്ദൂട്ടൻ. ദേ മോനൊന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കാല് വേദനിക്കുന്നു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ പറയുക.
അപ്പോൾ എന്താടാ നന്ദു ഇത് എഴുന്നേക്കാൻ പറഞ്ഞു ഗൗതം. അപ്പോഴാണ് പിങ്കി ഓടി വരുന്നത്. അങ്ങനെ പിങ്കി ഓടി വന്നിട്ട് അയ്യോ എൻ്റെ മോനെ ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് പിങ്കി. അപ്പോൾ അയ്യോ കാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പിങ്കി എന്താ ഗൗതം ഇത് നിങ്ങൾ എന്ത് കാണിക്കണേന്ന് ചോദിച്ചു. പിങ്കി നീ അവനെ എഴുന്നേൽപ്പിക്കേണ്ടായിരുന്നു, അവൻ സ്വയം എഴുന്നേൽക്കട്ടെ എന്ന് ഗൗതം. അങ്ങനെയൊക്കെ എഴുന്നേറ്റ് പഠിക്കട്ടെ, ഇവന് സുഖമില്ലാത്തതാണ് ഗൗതം, സാധാരണ കുട്ടികളെ പോലെയല്ല നമ്മുടെ നന്ദു. ദേ അങ്ങനെ പറഞ്ഞ് അവനെ ഡൗൺ ആക്കൽ അവനിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഗൗതം. കുഴപ്പമില്ല എന്നുള്ള മോട്ടിവേഷനൊക്കെ അവൻ നേരെ നിൽക്കുമ്പോൾ കൊടുക്കേണ്ടതാണ്, വീണ് കിടക്കുമ്പോഴല്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് പറയുവാണ്. അപ്പോൾ പപ്പ എൻ്റെ കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ നന്ദു. ഗൗതം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ എന്ത് പറ്റി മോനെ, എന്താ കാര്യമെന്ന് ചോദിച്ചു പിങ്കി. അപ്പോൾ ഇത് കണ്ട ഗൗതം കുഞ്ഞിന് മുട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമ്പോൾ ഗൗതം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. മോന് വേദനയുണ്ടോ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി ഭയങ്കര ഇവൻ എന്തെങ്കിലും വീഴ്ചയിൽ പറ്റുമെന്ന് പോലും നോക്കാതെയാണോ ഗൗതം ഹെൽപ്പ് എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനത് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ഗൗതം നിങ്ങൾ പോലീസ് ട്രെയിനിങ് അല്ല നമ്മുടെ നന്ദുവിന് വേണ്ടത്, ഇവനൊരു കുഞ്ഞല്ലേ എന്ന് പിങ്കി ചോദിച്ചു. ആ ഒരു ഓർമ്മ അത് നിങ്ങളുടെ മനസ്സിൽ വേണമെന്നും പിങ്കി ഗൗതത്തിനോട് പറയാം. ഗൗതത്തിന് പറ്റുന്ന പണി ചെയ്യുക, എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയാലും നിങ്ങൾ മാറി നിന്ന് ഓർഡർ ഇടുക മാത്രമല്ലേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം മതി അമ്മേ ഒന്നും വേണ്ടാന്നും എനിക്ക് വിൻ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ നന്ദൂട്ടൻ പിങ്കിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ മോൻ പറയല്ലേ, നിന്നെ കൊണ്ട് പറ്റും മോനെ, നീ അത് ചെയ്യുമെന്നും പറഞ്ഞായി പിങ്കി. ഗൗതം ആ ഫോണിൽ കയറാൻ പറഞ്ഞു. എന്തിന്? നന്ദയെ വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എൻ്റെ മോനെ പ്രാക്ടീസ് ചെയ്യിക്കാൻ നന്ദ മതി, നന്ദ തന്നെ ഇവനെ റേസിൽ പങ്കെടുപ്പിക്കുമെന്നും പിങ്കി തറപ്പിച്ച് പറയുമ്പോൾ ഗൗതത്തിൻ്റെ ഭാവം മാറി. ഗൗതം ആ ഫോണിങ് താ. അപ്പം ഇല്ല, ഇനി ഒരു കാരണവശാലും നന്ദ ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല, ഞാൻ അതിന് സമ്മതിക്കില്ലെന്ന് തറപ്പിച്ച് ഗൗതം പറയുക. നന്ദ റേസിൽ പങ്കെടുത്തില്ലെങ്കിലും വേണ്ടില്ല, നന്ദയുടെ ഒരൗദാര്യവും ഇവിടെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ഭയങ്കര ഇതായിട്ട് ഗൗതം സംസാരിക്കുക. ഇത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഗൗതം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ കൊച്ചിനെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല എന്നുള്ളത് ഗൗതം തറപ്പിച്ച് തന്നെ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ പിങ്കിയും നന്ദൂട്ടനും ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരി അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ അനാഥയാണെന്നോ എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നോ അനാഥനാണ് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നോ എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരു ഇതൊക്കെ ഉണ്ടാക്കുക കൊച്ചെ. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വന്നു ഗൗരി എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ കൊച്ച് വേഗം ചെയ്ത് വെച്ചത് വേഗം തിരിച്ചു വെച്ചു. അപ്പോൾ തിരിച്ചു വെച്ചിട്ട് നന്ദയുടെ മുന്നിലൊന്നും അല്ലാത്ത പോലെ ഇരുന്നു. എന്താ അമ്മേ നീ ചോദിച്ചു. നീ ഇവിടെ എന്തെടുക്കാൻ മോളേന്ന് ചോദിക്കുമ്പോൾ നേരം കുറച്ചായാലോ എന്ന് ചോദിച്ചു. ഞാൻ മുറിയിൽ കയറി കഥ കടച്ചിരിക്കുകയൊന്നും അല്ലല്ലോ, ഇവിടെ ഇരുന്നല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഗൗരി. ഓ പിന്നെ എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ടല്ലോ, നിന്നെ കാണാതിരുന്നത് കൊണ്ട് ചോദിച്ചതാ. അപ്പം എന്നെ കാണുന്നുണ്ടല്ലോ അമ്മ എന്താ എന്നെ കാണുന്നില്ലേ? ആഹാ എല്ലാത്തിനും തർക്കുത്തരാണല്ലോ ഒന്ന് നന്ദ. നിന്റെ ചെവി ഞാൻ പൊന്നാക്കേ ഗൗരി. അമ്മയ്ക്കിതെന്താ പറ്റേ? ഞാനെല്ലാം കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്, അമ്മയെല്ലാം തെറ്റിച്ചു പറഞ്ഞത്, എന്നിട്ട് ശിക്ഷ എനിക്കോ? അതെന്താ അങ്ങനെ? ശരി അമ്മ തെറ്റിക്കാതെ എന്നാൽ ശരിയായിട്ട് ചോദിക്കാം. നീ എന്തെടുക്കുക ഇവിടെ, അതൊന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചിൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ചോദിച്ചത് കേട്ടില്ല. അത് പിന്നെ ഞാൻ എവിടെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുവാണെന്ന്? അതിന് നീ ക്ലാസ്സിൽ പോയിട്ട് എത്ര ദിവസമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് എത്ര ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗൗരി അന്നേരം നന്ദയോട് പറയുന്നു. ഞാൻ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നങ്ങ് കരുതിയാൽ പോരെ എന്നൊക്കെ നമ്മുടെ ഗൗരി അന്നേരം പറഞ്ഞു. അമ്മ എനിക്കൊരു പ്രൈവസിയൊക്കെ തരണ്ടേ? ഓഹോ നിനക്ക് പ്രൈവസി തരേണ്ട പ്രായവും അതുപോലെ സമയം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രായത്തിൽ അമ്മമാർക്ക് അറിയാത്ത ഓരോ സീക്രട്ട് പ്രൊജക്റ്റും ചെയ്യണ്ട കേട്ടോ എന്ന് നന്ദ അന്നേരം കൊച്ചിനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു പേപ്പർ അതായത് ആ ഒരു കാർഡ്ബോർഡ് ഇത് കഷ്ണം നമ്മുടെ നന്ദ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ നോക്കും അതിലേക്ക്. പെട്ടെന്ന് അതെന്താ നീ കാർഡ്ബോർഡ് കമഴ്ത്തി വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലെങ്കിൽ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അതങ്ങ് എടുത്തു തട്ടിപ്പറിച്ച് മേടിച്ചു. ഞാൻ നോക്കട്ടെ വിടുന്നു പറഞ്ഞപ്പോൾ ഞാൻ അനാഥനാണ്, എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പോലെ കൊച്ചു എഴുതി വെച്ചിരിക്കുക. അത് കണ്ടപ്പോൾ നീ എങ്ങനെയാണ് അനാഥയാവുന്നത്, നീ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അന്നേരം നന്ദ കൊച്ചിനോട് ചോദിക്കാം. ഇത് എന്തിനാ ഇങ്ങനെ ഒരു ബോർഡ് നീ ഉണ്ടാക്കിയത്? പ്ലക്കാർഡായി പിടിച്ച് റോഡിൽ പോയി നിൽക്കണോ നിനക്ക്, അതിന് വേണ്ടിയാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ അനാഥയല്ലെന്ന് എനിക്കറിയാം, ഇത് എനിക്ക് വേണ്ടി എഴുതിയതല്ല. അപ്പോഴത്തേക്കും നന്ദയുടെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഇത് ഞാൻ നന്ദൂട്ടന് വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് കൊച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് വിഷമമായി. അപ്പോൾ ഇനി ഈ ബോർഡ് എഴുതി കഴുത്തി കെട്ടി തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതിയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെയൊന്നും മണ്ടൂസെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നീയാണോ IPS നടക്കുന്നത് ചോദിക്കുമ്പം
നന്ദുവിൻ്റെ അച്ഛനും അമ്മയെ അവനെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിലോ? അപ്പോൾ ഈ ബോർഡ് കണ്ട ശ്രദ്ധിക്കില്ലേന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധി ഇത്തിരി കൂടുതലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയും പൊട്ടത്തരം മനസ്സിലുണ്ടെന്നേ എനിക്കറിയില്ലായിരുന്നു എന്ന് നന്ദി അന്നേരം പറഞ്ഞു ഗൗരിയോട്. അപ്പോൾ എൻ്റെ പൊന്ന് ഗൗരിക്കുട്ടി, അവരേത് നാട്ടുകാരാണെന്നൊക്കെ ആർക്കറിയാം? എല്ലാ നാട്ടുകാരും ഒരുമിച്ച് കൂടുന്നിടത്ത് ഇതും കഴുത്തിൽ കെട്ടിത്തൂക്കിപ്പോയി നിന്നാൽ കാണാൻ പറ്റിയെന്നൊക്കെ വരും നന്ദുവിൻ്റെ പേരൻസിനെ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തോളാം അമ്മേ. പിന്നെ അമ്മ ഇങ്ങനെ തന്നാൽ മതി, കൂടുതൽ കളിയാക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു ഗൗരി. അപ്പോൾ നന്ദ ഇങ്ങനെ ചിരിച്ചു. ഓ, ഇനി ഇത് തരാത്തത് കൊണ്ട് അന്വേഷണമൊന്നും മുടങ്ങി പോവണ്ട കേട്ടോ CIDക്ക്. അപ്പോൾ അത് പറഞ്ഞു നന്ദ അങ്ങ് പോയപ്പം നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഞങ്ങൾ കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നന്ദുവിനെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഗൗരിക്കുട്ടി. ഈ സമയത്ത് ഗൗതം അവിടെ കൊച്ചിനോട്, മോനെ നീ ആ കാലിങ്ങ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട പപ്പ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എനിക്ക് നീറും എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഇല്ലെന്നേ പപ്പയല്ലേ പറഞ്ഞ് കാലിങ്ങ് കാണിക്കാൻ പറഞ്ഞു ഗൗതം. അവന് പപ്പ ഡോക്ടറൊന്നും അല്ലല്ലോ, എന്നെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു. പ്ലീസ് ആൻറ്റി എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർ ആൻറ്റി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് ഫസ്റ്റ് എയ്ഡാ, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഗൗതം പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലിൽ ആൻറ്റി തൊട്ടാൽ മതി, അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, വേറെ ആര് തൊട്ടാലും എനിക്ക് കാല് വേദനിക്കുമെന്ന് പറഞ്ഞു നന്ദൂട്ടൻ. അപ്പോൾ ഇത്രയും കാലം നിൻ്റെ കാര്യങ്ങൾ നോക്കി നിനക്ക് വേണ്ടി ജീവിച്ച നിൻ്റെ പപ്പയെക്കാളും വലുത് നിനക്ക് നിൻ്റെ ഡോക്ടർ ആൻറ്റി അല്ലേടാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഗൗതം പ്ലീസ് എന്താ ഇത് കുഞ്ഞിനോട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ വിഷമിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്നൊക്കെ കൊച്ചന്നേരം പറഞ്ഞു. മോനെ, നിൻ്റെ കാല് മുറിഞ്ഞത് നോക്കി വെറുതെ ഇരിക്കേണ്ടി വന്നവർക്ക് ഞാൻ സന്തോഷിക്കണം. മോൻ അറിയാവുന്നതല്ലേ, നിൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും നിന്നെക്കാളും വേദനിക്കുന്നത് പപ്പയ്ക്കാണെന്ന്. ഇതൊക്കെ കേട്ട് പിങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ അറിയാം പപ്പ, എൻ്റെ മോനിപ്പോൾ സ്ട്രോങ്ങാ, ആരെക്കാളും സ്ട്രോങ്ങാ. ദേ പപ്പ മോന് മരുന്ന് വയ്ക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഗൗതം. അങ്ങനെ പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കാലിലേക്ക് ഗൗതം മരുന്ന് വെച്ച്, എനിക്ക് വേദനിക്കുന്ന പപ്പ എന്ന് പറഞ്ഞ് കൊച്ച് കരയുന്നു. അപ്പം നന്ദു എന്ന് പറഞ്ഞു പിങ്കി. അപ്പോൾ സാരമില്ല പോട്ടെ, ഇപ്പം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ട് പപ്പ, ഡോക്ടർ ആൻറ്റി എന്ത് ചെയ്താലും എനിക്ക് ഒരു വേദനയില്ല പപ്പ എന്നൊക്കെ ഇങ്ങനെ കൊച്ച് പറയുമ്പോൾ നന്ദു, കുറേയൊക്കെ നിൻ്റെ മനസ്സിൻ്റെ മോനെ, ഏത് മരുന്ന് വെച്ചാലും കുറച്ചൊക്കെ നീറ്റിലുണ്ടാവുന്നേ, മോനത് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ തീരെ തൊട്ടാവാടികളാകരുത് കേട്ടോ, കുറച്ച് വേദനകളൊക്കെ സഹിക്കണം, എങ്കിൽ മാത്രമേ സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെറിയ കുട്ടിയല്ലേ ഗൗതം, വേദനിച്ചിട്ടാവും, അങ്ങനെ പറഞ്ഞാലെന്താ കുഴപ്പമെന്ന് ചോദിച്ചു പിങ്കി. മോനെ, നിനക്കെന്താ പപ്പയുടെ അരികിൽ ഒരു വിശ്വാസം ഇല്ലാത്തതെന്ന് അന്നേരം ചോദിച്ചു ഗൗതം. പപ്പ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്തുകൊണ്ടാ മോനെ? നിന്റെ നല്ലതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പപ്പയും അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചോദിക്കുമ്പം ഇനി 2 ദിവസമല്ലേ ഉള്ളൂ റേസിന് പോകാനെന്ന് ചോദിച്ചു അന്നേരം നന്ദൂട്ടൻ. നാളെയെങ്കിലും പപ്പ എന്നെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്തൊന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. റേസിന് വിൻ ചെയ്യാൻ ആൻറ്റി എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കൊച്ചിങ്ങനെ ഗൗതത്തിനോട് പറയുക കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ മോൻ വിഷമിക്കണ്ട കേട്ടോ, പപ്പ നിന്നെ നാളെ ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു പിങ്കി. ആണ് പപ്പ, എന്നെ കൊണ്ടുപോകുമോ പപ്പ? അപ്പം ഇല്ല എന്ന് ഗൗതം തറപ്പിച്ച് പറഞ്ഞു. വീണ്ടും പ്രശ്നം. ഞാൻ കൊണ്ടുപോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം വാശി പിടിക്കുമ്പോൾ ഗൗതം എന്താ ഇതെന്ന് പിങ്കി ചോദിച്ചു. പിങ്കി, ഫേക്ക് പ്രോമിസുകൾ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, യാഥാർത്ഥ്യം അറിഞ്ഞ് എൻ്റെ മോൻ വളർന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ പപ്പ പ്ലീസ് പപ്പ എന്ന് കൊച്ച്. നോക്കുന്നതു, ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞതാ, നിന്നെ ഇനി ഒരിക്കലും ഡോക്ടർ ആൻറ്റിയുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് കൊണ്ടുപോകില്ല എന്ന്. അപ്പോൾ പപ്പയ്ക്ക് എന്താ ഇത്രയ്ക്ക് വാശി? 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ റേസാ, എനിക്ക് റേസിൽ പങ്കെടുക്കണം. പപ്പ എന്നത് മനസ്സിലാക്കാത്തത്? ട്രെയിനിങ് എടുത്താലേ വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പപ്പയ്ക്ക് ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹം ഇല്ലേന്ന് ചോദിക്കുമ്പം ഉണ്ട്, തീർച്ചയായും മോൻ ജയിക്കും, അത് പപ്പയ്ക്ക് ഉറപ്പാ. എൻ്റെ മോൻ ജയിക്കുമെന്ന് പപ്പയ്ക്ക് പ്രോമിസാണ്. അതിന് കാരണം ഞാൻ നൽകുന്ന ട്രെയിനിങ് ആയിരിക്കും. അതിന് അമ്മയുടെയും മോൻ്റെയും സപ്പോർട്ട് മാത്രം മതി എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ മോൻ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. പിങ്കി നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അവൻ്റെ മനസ്സിൽ മൊത്തം നന്ദയായിരുന്നല്ലോ, അതൊക്കെ മാറി ഇപ്പോൾ സ്മൂത്ത് ആയിട്ടുണ്ടെന്നും കൃത്യമായ ഒരു ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് ഗൗതം പറയും. അപ്പം നിങ്ങൾ ഈ കാണിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ ഗൗതം, നന്ദയ്ക്ക് മാത്രമേ നന്ദുവിനെ പ്രോപ്പറായിട്ട് ചികിത്സിക്കാൻ പറ്റൂ എന്ന് പിങ്കി അന്നേരം പറഞ്ഞു. അതൊക്കെ തൻ്റെ വെറും ധാരണയാണെന്ന് ഞാൻ തെളിയിക്കും, നന്ദുവിന് എന്നെ വിശ്വാസം ഉണ്ടല്ലോ, എനിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാസം, അവനെ കാര്യത്തിൽ ഈ ലോകത്തിൽ നന്ദയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നുള്ള കാര്യം പിങ്കി അന്നേരം പറഞ്ഞു. പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ മനഃപൂർവ്വം അത് പറയാത്തതാണെന്ന് പിങ്കി ഗൗതത്തിനോട് പറയുവാണ്. വാശിക്കള ഗൗതം,
ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ പോലീസ് ട്രെയിനിങ് അല്ല നന്ദുവിന് വേണ്ടതെന്നുള്ളത്. നന്ദുവിന് ഫിറ്റായിട്ട് കളത്തിലിറക്കാൻ നന്ദയ്ക്കേ പറ്റുമെന്ന് പിങ്കി തറപ്പിച്ച് പറയുവാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും പിങ്കി പറയുക. നാളെ ഞാൻ നന്ദുവായി നന്ദയുടെ അടുത്തേക്ക് പോകും, അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവൾ അവനെ ട്രെയിൻ ചെയ്യിക്കുമെന്ന് പറയുമ്പോൾ നടക്കില്ല എന്ന് ഗൗതം പറയുന്നു. ഒരു കാരണവശാൽ അത് നടക്കില്ല എന്ന് ഗൗതവും പറഞ്ഞു. നന്ദയുടെ യാതൊരു സഹായവും ഇല്ലാതെ നന്ദു ജയിക്കും. ഇനി ഒരിക്കലും നന്ദുവിനെ അവൾ കാണുകയുമില്ല. എൻ്റെ മോനെ കൂടി മെൻ്റലി അവരുടെ അടിമയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗൗതം അങ്ങ് പോയപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചെക്ക് ബൈ ബൈ ടാറ്റാ.